വിശുദ്ധർ ഒറ്റപ്പെട്ടവരാണോ? ക്രൈസ്തവ ബ്രഹ്മചര്യം ലൈംഗികതയുടെ അടിച്ചമർത്തലാണോ? ഇക്കാര്യത്തിലും ആക്ഷേപിക്കാൻ നാവുകൾ. അവ അറിയുക, വിശുദ്ധർ ഒറ്റപ്പെട്ടവരല്ല, കൂട്ടായ്മയുടെ ദൈവിക സ്നേഹം പങ്കുവെക്കുന്നതിൻ്റെ ആഘോഷകർ തന്നെയാണ്. ക്രൈസ്തവ ബ്രഹ്മചാരികൾ വൈദികരും സന്യസ്തരും സ്ത്രീ പുരുഷ വിദ്വേഷികളല്ല. പിന്നെ അവർ ആരാണ്? ബ്രഹ്മചര്യത്തെയും സന്യസ്തരെയും അവഹേളിക്കുന്ന പ്രൊഫസർമാരും തമ്പുമാരും ഏത് ക്രൈസ്തവ വിദ്വേഷികളും അവർ എത്ര ലൗകിക വിജ്ഞാനികളായാലും കേൾക്കുക. എന്താണ് വൈദിക സന്യസ്ത ബ്രഹ്മചര്യത്തിന്റെ സാരവത്തായ അർത്ഥമെന്ന്, എന്താണ് അതിൻ്റെ ഔന്നത്യമെന്ന്? ഇത് ലൈംഗികതയോടുള്ള കേവല വിദ്വേഷത്താൽ വരിക്കുന്ന അവസ്ഥയല്ല. ലൈംഗികതയെ നിവൃത്തിയില്ലാതെ അടിച്ചമർത്തുന്ന കൾട്ടല്ല. മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ബ്രഹ്മചര്യം എന്നത് ലൈംഗികതയെ അടിച്ചമർത്തലാണെന്ന് വിമർശിക്കുന്ന ബ്രഹ്മചര്യ വേഷധാരികൾ ഉണ്ടെങ്കിൽ, വിമത മനസ്കരുണ്ടെങ്കിൽ അവരും അത് ഓർമ്മിച്ചെടുക്കുക. അവർ ആരെയൊക്കെയോ വിമർശിക്കാൻ ശ്രമിച്ചാലും കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ഉദാത്ത പദങ്ങളിൽ പതറാതെ ചരിക്കുന്നവരെ അവർക്ക് മറച്ചു പിടിക്കാനാവില്ല. ആ ഉന്നത പദചാരികളുടെ ജീവിതം അറിഞ്ഞു തന്നെ വിമർശകരോട് പറഞ്ഞു തരുന്നു. വികാര നിരോധനമല്ല, വികാര ശുദ്ധീകരണമാണ് ബ്രഹ്മചര്യം. സബ്ലിമേഷൻ എന്ന ഇംഗ്ലീഷ് പദം കൊണ്ട് അർത്ഥമാക്കുന്ന ശുദ്ധീകരണം. കർപ്പൂരം പോലുള്ളവ ചൂടിൽ നേരിട്ട് ബാഷ്പമാകുന്ന ശുദ്ധമാറ്റത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഉന്നതമായ ശുദ്ധീകരണമാണ് ബ്രഹ്മചര്യം. അത് വാശി കൊണ്ടോ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൊണ്ടോ ആർജിക്കാവുന്നതല്ല. വീണുപോയവരെ നോക്കിയല്ല അതിൻ്റെ ഔന്നത്യവും മഹത്വവും നിർണയിക്കുന്നത്. തിരികെ വെച്ചോ വലിച്ചെറിഞ്ഞോ പോയവരെയും നോക്കിയല്ല. സവിശേഷമായ ദൈവിക സഹായത്താൽ കഠിനമായി പൊരുതി വിജയം വരിച്ചവരെ നോക്കുക. എന്നിട്ട് മനസ്സിലാക്കുക അത് എത്രമാത്രം ഉന്നതവും യഥാർത്ഥവും വിശുദ്ധീകൃതവും ദൈവേഷ്ടവുമാണെന്ന്. അപ്പോൾ മനസ്സിലാകും കത്തോലിക്ക ബ്രഹ്മചര്യം ലൈംഗികതയുടെ കേവലം നിരോധനമോ നിഷേധമോ അല്ലെന്ന്. യേശു ചെയ്തതുപോലെ എല്ലാവരോടും ഐക്യപ്പെട്ട് എല്ലാവർക്കും ദൈവിക ജീവൻ പങ്കുവെച്ചു കൊടുക്കാനുള്ള ആഴമേറിയ ആത്മദാഹത്തിന്റെ ബദലില്ലാത്ത ചോയ്സ് ആണെന്നും, ആ ദാഹത്തിന്റെ ഉറവിടം നിശ്ചയമായും യേശുവിനോടുള്ള സ്നേഹവും യേശു വചനത്തോടുള്ള പ്രതിബദ്ധതയും തന്നെയെന്ന്. ശാരീരിക ലൈംഗികത എന്നത് ദമ്പതികളുടെ പരസ്പര പൂരകത്വത്തിനും അതുവഴി ശാരീരിക ജീവന്റെ പകർച്ചയ്ക്കും ദൈവം നിശ്ചയിച്ച ഉപാധിയാണെന്ന് മനസ്സിലാക്കാത്തവരില്ല. സന്താനങ്ങളിലേക്കും സഹജീവികളിലേക്കും ദൈവിക ജീവൻ പകരാൻ പ്രാപ്തമാക്കുന്ന സ്നേഹപൂർണതയുടെ ഉപാധി. ഉത്തിത ശരീരത്തിൽ സ്ത്രീ പുരുഷ ലൈംഗികത ഇല്ല, വിവാഹവുമില്ലെന്ന് എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും അറിയാം. അതേസമയം ഈ പറഞ്ഞവിടെ അത്യുദാത്ത ഭാവമായി മാറുന്ന ദൈവിക ജീവന്റെ പങ്കുവെക്കലാണ് ഉത്ഥാന ശേഷമുള്ള ജീവിതം. യേശുനാഥൻ തൻ്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്ത് കാണിച്ചത് ഒരു വ്യക്തിയിലൂടെ മാത്രമല്ലാത്ത, ശാരീരികമല്ലാത്ത സ്നേഹപൂരണത്തിൻ്റെയും ദൈവിക ജീവൻ പങ്കുവെക്കുന്നതിൻ്റെയും മാർഗമാണ്. അതേ രീതിയിൽ ഒരു വ്യക്തിയിലൂടെ മാത്രമല്ലാതെ സ്നേഹപൂരണം നേടാനും എല്ലാവർക്കും ദൈവിക ജീവൻ പങ്കുവെക്കാനും എല്ലാവർക്കും അനുഗ്രഹമാകാനുമുള്ള യേശുവിൻ്റെ സവിശേഷമായ വിളിയാണ് ബ്രഹ്മചര്യം. ആ വിളി സ്വീകരിക്കുന്നവരാണ് വൈദികരും സന്യസ്തരും. ആ ചോയ്സ് എടുക്കുന്നവരിൽ ചിലരെങ്കിലും പിന്നീട് അതിൽ തുടരാനുള്ള കൃപ കണ്ടെത്താതെ നിയമബദ്ധമായ ഭാരം അനുഭവപ്പെട്ടതിനാൽ വഴിമാറിയിട്ടുണ്ട്. വേറെ പലർക്കും വഴി പിശകിയിട്ടുണ്ട്. എന്നാൽ അനേകം പേർ ആ ഉദാത്ത പദത്തിൽ ചരിക്കുന്നു എന്നതാണ് കൂടുതൽ ജ്വലിക്കുന്ന ശോഭയുള്ള യാഥാർത്ഥ്യം. ക്രൈസ്തവ ബ്രഹ്മചര്യം യേശുവിൻ്റെ വ്യക്തിത്വത്തോട് ആഴത്തിൽ ബന്ധപ്പെട്ടുള്ള ഉന്നത ജീവിതമാണെന്ന് തെളിയിക്കുന്ന സംഗതിയും അതുതന്നെ. തങ്ങളുടെ ശാരീരിക ജീവനും ജീവിതവും മറ്റുള്ളവർക്ക് ജീവൻ പകരാൻ പങ്കുവെക്കുന്ന സമർപ്പണമാണ് ക്രൈസ്തവ ബ്രഹ്മചര്യം. അത് മനസ്സിലാക്കാത്ത ഒരു വിമർശകനും എവിടെയും ഉണ്ടാകില്ല. അവർ കണ്ണടച്ചു പിടിച്ച് കണ്ടില്ലെന്ന് പറയുകയാണ്. മറ്റാരും സന്നദ്ധരാകുന്നതിന് മുമ്പേ രോഗപകർച്ചയെ ഗൗനിക്കാതെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി അവർക്കിടയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളത് ക്രൈസ്തവ ബ്രഹ്മചര്യം തെരഞ്ഞെടുത്തവരാണ്.
ബ്രഹ്മചര്യത്തിന്റെ കരുത്താലാണ്. എയ്ഡ്സ് രോഗികളെ നേരിട്ട് ശുശ്രൂഷിക്കാൻ ജീവഭയമില്ലാതെ ധൈര്യപ്പെട്ട് ആദ്യം മുന്നോട്ട് വന്നതും ക്രൈസ്തവ സന്യാസിനികളാണ്. പുഴുത്തും നാറ്റമമിപ്പിച്ചും കിടക്കുന്ന തെരുവ് ജീവികളായ ആർക്കും വേണ്ടാത്ത മനുഷ്യരെ ചുംബിച്ചും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും തയ്യാറായിട്ടുള്ളത് ക്രൈസ്തവ ബ്രഹ്മചാരികളും സന്യസ്തരുമാണ്. അനാഥരെ കൂട്ടിലടച്ച് സേവനത്തിന്റെ പരിവേഷം അണിയുകയല്ല, സ്നേഹിച്ചു സംരക്ഷിക്കുകയാണ് സന്യസ്തർ ചെയ്യുന്നത്. ആരുടെയൊക്കെയോ ജീവിതത്തിലെ തെറ്റുകളുടെ ഫലമായി പിറന്ന് ഉപേക്ഷിക്കപ്പെട്ട എത്രയോ ആയിരം കുഞ്ഞുങ്ങളെയാണ് ലോകമെങ്ങുമുള്ള കത്തോലിക്ക സന്യസ്തർ എടുത്തു വളർത്തി സ്നേഹാനുഭവമുള്ള ജീവിതങ്ങളായി മാറ്റിയിട്ടുള്ളത്. ലോകമറിയുന്ന ഏക മദർ തെരേസ മാത്രമല്ല, ലോകമറിയാത്ത എത്രയോ ആയിരം സന്യാസിനികൾ ഇത്തരത്തിൽ തങ്ങളുടെ ജീവിതം സമ്പൂർണമായി സ്നേഹ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. ആരും നിർബന്ധിച്ചിട്ടല്ല അവരത് ചെയ്യുന്നത്. അവരെ സ്പർശിച്ച യേശുവിന്റെ സ്നേഹത്താൽ മാത്രം ഈ വിളി സ്വീകരിച്ചവരാണവർ. ശരിയാണ്, ചുരുക്കം ചിലർ തങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെയോ ഇച്ഛാഭംഗങ്ങളുടെയോ നിമിഷങ്ങളിലാകാം ദൈവത്തിന്റെ വിളിയും വഴിയും തിരിച്ചറിയാൻ ഇടവന്നിട്ടുള്ളത്. അത് ആദ്യമേ തന്നെ തങ്ങളുടെ വഴി തിരിച്ചറിയാതെ പോയവരെ വഴി തിരിക്കാൻ യേശു കാട്ടുന്ന സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഫലം. യേശുവിൻ്റെ വിശ്വസ്തതയുടെ ആ അടയാളങ്ങളെയാണ് സന്യസ്തരുടെ പൂർവ്വ ജീവിതത്തിലെ മോഹഭംഗമായും നെടുവീർപ്പുകളായും വികാരങ്ങളുടെ അടിച്ചമർത്തലുകളായും മറ്റും വിദ്വേഷികൾ അധിക്ഷേപിക്കുന്നത്. ആ വിമർശകരിൽ ചിലർ കത്തോലിക്ക സഭയെ ദ്വേഷിക്കുന്നവർ, ചിലർ യേശു എന്ന ദൈവപുത്രനെ തന്നെ ദ്വേഷിക്കുന്ന മതവെറി പൂണ്ടവർ, തമ്പുക്കളും മതമതം പിടിപ്പെട്ട മുൻ ന്യായാധിപനും മതവിദ്വേഷികളും മാത്രമല്ല കത്തോലിക്ക സന്യാസികളെ ആക്ഷേപിക്കുന്നത്. തെരുവിൽ പുഴുത്തും മറയ്ക്കപ്പെട്ടും മരിച്ചൊടുങ്ങുമായിരുന്നവരെയും ഉണക്കക്കൊള്ളി പോലെ ജീവിതം കെട്ടുപോയ അഗതികളെയും എടുത്ത് സ്നേഹിച്ച് ആയുഷ്കാലം അത്രയും ശുശ്രൂഷിച്ച മദർ തെരേസ എന്ന വിശുദ്ധയുടെ ദശകങ്ങൾ നീണ്ട സമർപ്പിത ജീവിതം മതമാറ്റത്തിനു വേണ്ടിയായിരുന്നെന്ന് മുറവിളി കൂട്ടുന്നവരുമുണ്ട്. അവർ പറയുന്നതിൻ്റെ സാരം ഇങ്ങനെ: ദശകങ്ങളോളം മദർ തെരേസ അറയ്ക്കപ്പെട്ടവരെ ശുശ്രൂഷിച്ചത് വിമർശകർ പേര് പറഞ്ഞ ആർക്കും വേണ്ടാത്ത ഏതോ ഒരു വ്യക്തിയെ മതം മാറ്റാനായിരുന്നു പോലും. സഹതാപത്താൽ വിഷണ്ണരാകണോ ചിരിക്കാമോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥ. ആരൊക്കെ അവഹേളിക്കാൻ ശ്രമിച്ചാലും തിരുസഭയിലെ ബ്രഹ്മചാരികളുടെയും സന്യസ്തരുടെയും സമർപ്പണത്തിന്റെ കരുത്ത് സഭയ്ക്കൊപ്പമുണ്ട്. 1000 പേർക്ക് കാലിടറിയാലും 10,000 സന്യസ്തരെ ആക്ഷേപിച്ചാലും തിരുസഭയിലെ ബ്രഹ്മചര്യവും സന്യാസവും വിശുദ്ധ യാഥാർത്ഥ്യങ്ങളാണ്. സഭ നൽകുന്ന ശുശ്രൂഷകളെ അത് അഭിഷേക സമൃദ്ധമാക്കുന്നുണ്ട്. അനേകർക്കത് ദൈവ സ്നേഹ അനുഭവമായി യേശുവിൻ്റെ സ്വാന്തന സ്പർശമായി മാറുന്നുണ്ട്. ബ്രഹ്മചര്യത്തിന്റെ സമർപ്പണ കരുത്താണ് സ്ഥാപനങ്ങളടക്കം ഏത് കർമ്മ മേഖലയിലും മികവും നന്മയും ഉറപ്പിക്കാൻ പാകത്തിൽ നടത്തുന്ന സമർപ്പിത പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഫലമാണ് അവരുടെ ചുമതലയുള്ള സ്ഥാപനങ്ങളുടെ മികവും ഗുണനിലവാരവും. ഈ ലോകം ഇത്രയ്ക്കെങ്കിലും ഭദ്രമായി പോകുന്നത് അവരുടെ സമർപ്പണത്തിന്റെ ഫലമാണ്. അതുതന്നെയാണ് യേശു അവരുടെ സമർപ്പണത്തിന് നിശ്ചയിച്ച ബാഹ്യ പ്രതിഫലവും. അത് അവരിൽ നിന്ന് അപഹരിച്ചു കളയാൻ ഒരു ആക്ഷേപകനും മതവിദ്വേഷിക്കും കഴിയില്ല. ദൈവപുത്രനായ യേശുവിനെ തന്നെ ദ്വേഷിക്കുന്നവർക്ക് ഉത്തിത ജീവിതം അഥവാ സ്വർഗം മദ്യത്തിൻ്റെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ആഘോഷമാണെന്ന് കരുതുന്നവർക്ക് എങ്ങനെയാണ് ബ്രഹ്മചര്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും വില തിരിച്ചറിയുക? പക്ഷേ ക്രൈസ്തവരെന്ന് സ്വയം വിളംബരം ചെയ്യുന്ന സന്യാസ നിന്ദകർ അവർക്കൊപ്പം പോലും ആകുന്നില്ല.